ഇതിൻ്റെ പുതിയ വീഡിയോ നല്ലത്. അനാലിസിസിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഒരു 2/3 ഭാഗമായെന്ന് പറയാം. അതായത് ഇപ്പോൾ എടുത്തതിൻ്റെ പകുതി സമയം കൂടെ ഇനിയും വേണമെന്നർത്ഥം. ഇപ്പോൾ ഒരു അനാലിസിസ് എനിക്ക് തോന്നുന്നത് 20 ക്ലാസ് പഠിപ്പിച്ചു കാണും. 20 കുറയാതെ അല്ലേ? അത്ര എടുത്തിട്ടുണ്ടോ? ഞാൻ എണ്ണി നോക്കുന്നൊന്നുമില്ല. ഇനിയൊരു 10 ദിവസം കൂടെയെങ്കിലും എടുക്കണമെന്നർത്ഥം. ഇനിയിപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി ഉണ്ട്, സീക്വൻസ് ആൻഡ് സീരീസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ റേമാൻ തിയറി ഉണ്ട്, പിന്നെ മെഷർ തിയറി ഉണ്ട്, കൗണ്ടഡ് വേരിയേഷൻ ഇതൊക്കെ കിടക്കുകയാണ്. ഉണ്ട്. അതൊരു 3 ദിവസത്തെ ക്ലാസ് കാണും. ലീനിയർ ഈ സാക്ട് ആൾജിബ്രയ്ക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഈ ചിലപ്പോൾ ഈ ആഴ്ച തീരുമെന്ന്, ഈ വരുന്ന ആഴ്ച തീരുമെന്ന് പറഞ്ഞു. ഒരാളതിനകത്ത് എഴുതിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ നാവ് പൊന്നാകട്ടെ, അതായത് BJP സൈഡിലുള്ളവരായിരിക്കും. ചിലർ BJP വേറൊരു 2 വീഡിയോ ഉണ്ട്. വേറൊരു വീഡിയോ BJP ഇവിടെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഇഷ്ടപ്പെടും. അത് കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും ഇഷ്ടപ്പെടും. പിന്നെ CPM മാത്രം ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് എടുക്കുന്നത്, യൂണിഫോം കണ്ടിന്യൂറ്റി. അത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് നേരത്തെ പഠിപ്പിച്ചതാണ്. യൂണിഫോം കണ്ടിന്യൂറ്റിയെ പറ്റി ഒന്നുകൂടെ പറഞ്ഞിട്ടേ ഇതിലെത്താം. ഒരു ഫങ്ഷന് fx എയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ അതാണ് നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങിയത്, അതേ വെച്ചാണ് തുടങ്ങിയത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ fx എക്സിസ്റ്റ് ചെയ്യണം, അത് f(a)ക്ക് തുല്യമാവുമ്പോഴാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതായത് എക്സ് a അടുക്കും തോറും fx f(a)യിലേക്ക് അടുക്കണം. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഫോർ എനി പോസിറ്റീവ് നമ്പർ എപ്സിലോൺ where x is a positive number delta, such that modulus fx minus fa is less than epsilon whenever modulus x minus a less than delta. ഇതാണ് പോയിന്റ് എയിലെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്സിലോൺ കുറയുമ്പം ഡെൽറ്റയും കുറയും. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? മോഡ് x മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൈനസ് ഡെൽറ്റയ്ക്കും പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണ് ഇത് കിടക്കുന്നതാണ്. അല്ലെ എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടത്തില്ല. എക്സ് ഈ ഇൻ്റർവെല്ലിന് അകത്ത് കിടക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഓപ്പൺ ഇൻ്റർവെൽ എ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ, ഇതിലാണ് എക്സ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് എ എന്ന് വിചാരിക്കുക. ഇത് എ മൈനസ് ഡെൽറ്റ, ഇത് എ പ്ലസ് ഡെൽറ്റ. ഈ ഇൻ്റർവെല്ലിലാണ് എക്സ് കിടക്കുന്നത്. അല്ല, അതെ എക്സ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എപ്സിലോൺ ആണ്. അപ്പോൾ എപ്സിലോൺ FA മൈനസ് എപ്സിലോണിനും FA പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കായിരിക്കും ഇത് കിടക്കുന്നത്. അതായത് ഇങ്ങനെ വരും. ഇത് FA ആണെന്ന് വെച്ചോ, ഇത് എപ്സിലോൺ ഇത്രയോ ആണെങ്കിൽ ഇതാണ് FA പ്ലസ് എപ്സിലോൺ. FA മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് രണ്ടിനിടയ്ക്കായിരിക്കും fx കിടക്കുന്നത്. ഈ ഇൻ്റർവെല്ലിനിടയ്ക്കായിരിക്കും fx കിടക്കുന്നത്. എക്സ് ഇതിനകത്ത് എവിടെയായിരിക്കും കിടക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇവിടെ കിടന്നാൽ കറസ്പോണ്ടിങ് വേറൊരു ഇൻ്റർവെല്ലിൽ കാണും. ഈ എപ്സിലോൺ കുറയുമ്പം ഡെൽറ്റയും കുറയും. എപ്സിലോൺ കൂടിയ ഡെൽറ്റ കൂടും. ഏതാണ് കുറവെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഒരെണ്ണം കുറയുമ്പം മറ്റതും കുറയും, ഒന്ന് കൂടിയ മറ്റേത് കൂടും. ഇവിടെ ഈ പോയിന്റ് എ മാറുന്നതനുസരിച്ച് എപ്സിലോൺ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ മാറിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും
ഒരെണ്ണമേ ഈ യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത് ഈ എല്ലാ പോയിന്റും അല്ല, അതിനു മുമ്പ് ഇതൊരു പോയിന്റിലെ കണ്ടിന്യൂറ്റി അല്ലേ പറഞ്ഞത്. ഒരു സെറ്റ് ഇയിലെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ആ സെറ്റിലെ മുഴുവൻ പോയിന്റിലും എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിനും ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവണം. ഇതാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത് എല്ലാ എയ്ക്കും എല്ലാ ഡെൽറ്റയ്ക്കും ഒരേ എപ്സിലോൺ കിട്ടണം. അല്ലെ എല്ലാ എയ്ക്കും എപ്സിലോണും എയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല എപ്സിലോൺ ഫിക്സ് കഴിഞ്ഞാൽ എല്ലാ എയ്ക്കും ഒരു ഡെൽറ്റ തന്നെ വരണം. പോയിന്റ് മാറുന്നതനുസരിച്ച് ഡെൽറ്റ മാറരുതെന്ന്. അങ്ങനെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ആ ഫംഗ്ഷൻ ഈ സെറ്റിൽ യൂണിഫോം കണ്ടിന്യൂസ് ആണ്. ഒരു പോയിന്റ് യൂണിഫോം കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിന്യൂറ്റി, വെറും കണ്ടിന്യൂറ്റി ഒരു പോയിന്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതാണിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഒരു സെറ്റിലെ മുഴുവൻ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആ സെറ്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇനി യൂണിഫോം കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിനും ഒരേ ഡെൽറ്റ കിട്ടണം. അതും അത് ബാക്കി പഠിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത്ര എഴുതിയെടുക്കാം ആദ്യം. മെയിൻ ഹെഡിങ് യൂണിഫോം കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ ഒരു സബ് ഹെഡിങ് ആയിട്ട് പഠിപ്പിച്ച കാര്യം ഒന്നും കൂടെ പറയാണ്. അത് ഈ പഠിപ്പിച്ചപ്പോൾ ഈ എപ്സിലോൺ ഡെൽറ്റ ചേർത്തുള്ള ഡെഫിനിഷൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കൂടെ പറയുന്നത്. ഇല്ല, ഇതല്ലേ പറഞ്ഞുള്ള, ഇങ്ങനെ പറഞ്ഞു കാണുകയല്ലേ. അതുകൂടെ പറഞ്ഞാലേ ഇത് പൂർണ്ണമാകത്തുള്ളത്. മെയിൻ ഹെഡിങ് എഴുതിയിട്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്നത് the function f is said to be continuous. The function f is said to be continuous at x equal to a. X equal to a if f of a exits, f of a exits, comma limit extends to a fx exits മാത്രമല്ല, ഇത് രണ്ടും ഒരുപോലെയാണ്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. എയിലെ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇത് രണ്ടും ഒരുപോലെ വരികയും വേണം. അങ്ങനെ അതൊക്കെ നേരത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. In other words, the function f is said to be continuous. In other words, the function f is said to be continuous at x equal to a. At x equal to a. If we can find for each epsilon greater than 0, അങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങി. എങ്ങനെയായിരുന്നു? കണ്ടിന്യൂസ് എ അല്ലേ? ഇഫ് വി ക്യാൻ ഫൈൻഡ് എന്നാണോ പറഞ്ഞത്? ഇഫ് വി ക്യാൻ ഫൈൻഡ് ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, having the property modulus fx minus fa less than epsilon whenever modulus x minus a less than delta. Whenever modulus x minus a less than delta. അടുത്ത സെൻറ്റൻസ്, if f is continuous. പറഞ്ഞിട്ടില്ലേ? നോക്കട്ടെ, പറഞ്ഞിട്ടില്ലെങ്കിൽ നോക്കട്ടെ. അങ്ങനെ എഴുതിയിട്ടില്ലേ? ഫംഗ്ഷൻ f is said to be continuous if we can find a for each number. വിട്ടുപോയി. ഈച്ച് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, കോമ ഇട്ട് കഴിഞ്ഞ് അതിനിടയ്ക്കുണ്ട് എ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ
ഹാവിങ് ദ ബാക്കിയുണ്ട്. എ പോസിറ്റീവ് ആ എ പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ അല്ല, പോസിറ്റീവ് നമ്പർ ഡെൽറ്റ, ഇൻറ്റിജർ ഒന്നും ആവണ്ട, പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദ അല്ല പോസിറ്റീവ് നമ്പർ ഹാവിങ് ദ അത് ബാക്കി അത് തന്നെയാണ്. അടുത്ത സെൻറ്റൻസ്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് at every point of a set capital E, at every point of a set capital E, comma, capital E എന്നാണ് പറഞ്ഞത്, capital E, comma, we say that F is continuous on E, continuous on E. ഇനിയും ഹെഡിങ് മുകളിൽ എഴുതിയാലും ഒന്നുകൂടെ എഴുതിക്കുക, യൂണിഫോം കണ്ടിന്യൂറ്റി, അവരുടെ ചാപ്റ്റർ ഹെഡിങ് എഴുതിയതാണ് യൂണിഫോം കണ്ടിന്യൂറ്റി. If f is continuous on a set E, if f is continuous on a set E, then it is possible to find, then it is possible to find for each epsilon greater than 0, each epsilon greater than 0 and each c of E, each small c of C of E, each small c of E, comma, a number delta greater than 0, a number delta greater than 0 having the property that, having the property that, having the property that modulus fx minus fc less than epsilon, ഞാൻ എ മാറ്റി ഇപ്പോൾ സി ആക്കുന്നേ ഉള്ളേ, modulus fx minus fc less than epsilon for every x element of E, for every x element of E for which modulus x minus c less than delta, for which x modulus x minus c less than delta. Less than delta. This delta depends on epsilon. This delta depends on epsilon and on c. രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും, and on c. സിയെയും എപ്സിലോണിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡെൽറ്റ ഇരിക്കുന്നതെന്ന്. ഇനി അത് സിയെ ഡിപ്പെൻഡ് ചെയ്യാതിരുന്നാലാണ് യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ, if it is possible for, if it is possible for each epsilon greater than 0, each epsilon greater than 0, each epsilon greater than 0 comma, to find a positive number delta, to find a positive number delta which will do for all points C of E, which will do എന്ന് പറഞ്ഞാൽ എല്ലാ സിക്കും ശരിയായിരിക്കും, which will do for all points C of E, comma, then we say that F is uniformly continuous on E. Then we say that F is uniformly continuous on E. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാം, തിരിച്ച് പറയാനായിട്ട് സാധിക്കത്തില്ല. അത് അടുത്ത സെൻറ്റൻസ് ആയിട്ട്, ക്ലിയർലി എവരി യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ, clearly every uniform continuous function is continuous, but the converse is not true.
കോൺവേഴ്സ് ആയിരിക്കത്തില്ല എന്ന്. അതായത് എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല എന്നാണ്. അതിനുള്ള എക്സാമ്പിള് ഇത് കേൾക്കുക. f(x)(x)² എന്നുള്ളത് ഓപ്പൺ 0 ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഓപ്പൺ 0 ഇൻഫിനിറ്റിയിൽ അത് പക്ഷേ ഓപ്പൺ 0 ഇൻഫിനിറ്റി യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. അതിൻ്റെ പ്രൂഫ് അല്പം കൂടെ കഴിഞ്ഞാൽ പഠിക്കും. ചിലപ്പോൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പറയുന്നത്. ഇതിൻ്റെ നോട്ടിൻ്റെ ലോജിക്കൽ ഓർഡറിന് വേണ്ടി പറയുന്നതാണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ തിരിച്ച് ശരിയല്ല. അതായത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആകണമെന്നില്ല. അതിനുള്ള എക്സാമ്പിൾ x² എന്നുള്ള ഫംഗ്ഷൻ 0 ഇൻഫിനിറ്റിയിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പോളിനോമിയൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 0 ഇൻഫിനിറ്റിയിലും കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ അവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. അത് പിന്നീട് പ്രൂഫ് പറയും. ഇപ്പം തൽക്കാലം അത് മാറ്റി അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കും. അതിന് ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ്. അത് അടുത്ത സെൻറ്റൻസ്. ക്ലിയർലി എവരി യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ്, അല്ല അത് എഴുതിയെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ നിർത്തി തന്നെയാണ്. അത് എഴുതിയിട്ടുണ്ടല്ലേ? ഫോർ എക്സാമ്പിൾ, അത് ഇപ്പോൾ എഴുതിയ സെൻറ്റൻസ് വെട്ടിക്കാഞ്ഞാൽ അല്ല എഴുതിയെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ദി ഫംഗ്ഷൻ f(x)(x)² ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0 ഇൻഫിനിറ്റി but it is continuous on open 0 infinity. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനായിട്ട് പറഞ്ഞെങ്കിലും എഴുതിയോ എന്ന് സംശയം. ഒന്നുകൂടെ എഴുതിയേക്കാം. ഇത് എല്ലാം കൂടെ കണക്ട് ചെയ്തല്ലേ, ഒറ്റ സെൻറ്റൻസ് ആയിട്ട് പറയാവേ. ഡെഫിനേഷൻ എന്ന് എഴുതിക്കാം. ഡെഫിനേഷൻ ഓൾറെഡി എഴുതി കഴിഞ്ഞ്, എന്നാലും ഒരു ബലത്തിന് പറയുന്നതാണ് ഡെഫിനിഷൻ. മറ്റേത് എല്ലാം കൂടെ കണക്ട് ചെയ്താൽ വന്നിരിക്കുന്നത്. ഒറ്റ സെൻറ്റൻസിൽ പറയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ ചെന്നാൽ അത് പറഞ്ഞാൽ മതി. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതാണ് കുഴപ്പം. അവന്മാർ നോക്കി ആ സെൻറ്റൻസ് മാറ്റി പറഞ്ഞാൽ തെറ്റാണ്. അത് ഒരു കാര്യം എത്ര തരത്തിൽ പറയാം, അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയില്ല. രണ്ടും ഒന്നാണെന്നേ. ഡെഫിനേഷൻ എഴുതാം. The function f is said to be uniformly continuous on E. If for every positive number epsilon, there exists a positive number delta. If for every epsilon greater than 0, അങ്ങനെയാണോ പറഞ്ഞത്? there exists a positive number delta independent of C element of E. Such that എന്ന് പറഞ്ഞാൽ എല്ലാ സിക്കും ഒരേ ഇത് വേണമെന്ന്. ഇൻഡിപെൻഡന്റ് C element of E such that modulus fx minus fc less than epsilon. ഇങ്ങനെ modulus fx minus fc less than epsilon whenever modulus x minus c less than delta. Whenever modulus x minus c less than delta. ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എൽഹോസ്പിറ്റൽ റൂളൊന്നും പരീക്ഷയ്ക്ക് വരണമെന്നൊന്നുമില്ല. നമ്മൾ എത്ര പഠിപ്പിച്ചാലും അത് പഠിപ്പിക്കുന്നത് മുഴുവൻ വരത്തില്ല.
അപ്പം അങ്ങനെ നോക്കിയാൽ പരീക്ഷയ്ക്ക് വരുന്നത് തന്നെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കുന്ന ആളിനെ അത് അറിയാൻ പറ്റും. അങ്ങനെയാണ് കൂടുതൽ പറയുന്നത്. എവിടുന്നെങ്കിലുമൊക്കെ വരും കൂടുതൽ പഠിപ്പിച്ചു കഴിഞ്ഞ്. അടുത്ത ചോദ്യമായിട്ട്, ചോദ്യം പറഞ്ഞില്ലല്ലോ ഇപ്പം. സംശയം പറഞ്ഞു. ഇല്ല. അടുത്തത് ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ക്ലോസിൻ്റെ 0,1 യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ്. അല്ല, അത് 0 അല്ല പറയാൻ പോകുന്നത്. 0,1 0 എന്നല്ലേ എഴുതിയത് ഇപ്പോൾ, അല്ലേ? ഇനി അത് 0 ഫൈനൈറ്റ് ഇൻ്റർവെൽ ആണെങ്കിൽ ആയിരിക്കും എന്നാണ്. പിന്നെ ഇൻഫിനിറ്റി വരുമ്പോഴാണ് അല്ലാത്തത്. അതിൻ്റെ പ്രൂഫ് പിന്നെ പറയത്തുള്ളൂ. കുറച്ചിത് പഠിച്ചിട്ട് വെക്കാം പറയുന്നു. അത് നാളെ തന്നെ പറയും. നാളെ തന്നെ മുഴുവൻ ഇത് പഠിപ്പിക്കാനില്ല, അതിൻ്റെ അടുത്ത് തുടങ്ങും. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ is uniformly continuous on closed interval 0,1. ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1 എന്നാണ് പറയുന്നത്. യൂണിഫോംലി ക്ലോസ്ഡ് ഇൻ്റർവൽ 0,1. അപ്പോൾ ക്ലോസിൻ്റെ 0,1 2 പോയിന്റ് എടുക്കുക, എക്സും എയും. എക്സും എ ഇതിലെ പോയിന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് <1 എന്നല്ലേ? ആൻഡ് അല്ലേ 0 <a < 1 എന്നാണ്. ഇനി മോഡുലസ് എഫ് എക്സ് മൈനസ് എഫ് എ എന്നുള്ളത് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നല്ലേ? ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് മോഡുലസ് എക്സ് മൈനസ് എ ഇൻറ്റു മോഡുലസ് എക്സ് പ്ലസ് എ എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് എ മോഡുലസ് എക്സ് പ്ലസ് എ ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എ എന്ന് എഴുതാം. രണ്ടായിട്ട് എഴുതി. പിന്നെ എക്സിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കല്ലേ എയുടെ വാല്യൂ. അപ്പോൾ ഇത് പരമാവധി എത്ര വരും? 1നും 0നും ഇടയ്ക്ക് 2 നമ്പർ 2 1 എത്ര വരും? 2 വരും. 2 കൂടാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഇല്ലല്ലോ. അപ്പോൾ ഇത് < 2 ഇൻറ്റു മോഡുലസ് എക്സ് മൈനസ് എ എന്ന് എഴുതാം. സിൻസ് 0 < x < 1 and 0 < a < 1. ഈ മോഡുലസ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ε/2 ചെറുതാണല്ലേ എന്ത് സംഭവിക്കും? ഇതെന്താവും? മോഡുലസ് എഫ് എക്സ് മൈനസ് എഫ് എ ഈസ് ലെസ് ദാൻ, ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പം ലെസ് ദാൻ ആയതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു വരത്തില്ല. 2 × ε/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എപ്സിലോൺ. അപ്പം മുമ്പത്തെ ഡെഫിനേഷനിൽ ഡെൽറ്റയുടെ സ്ഥാനത്ത് ε/2 കിട്ടും. എപ്സിലോൺ തന്നെ. അപ്പോൾ എല്ലാ പോയിന്റിനും ഒരു നമ്പർ ഡെൽറ്റ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷന്. ആ ഡെൽറ്റ കൊണ്ട് ഇവിടെ ε/2 എടുത്താൽ മതി. ഇവിടെ കറക്റ്റ് ആ ഡെൽറ്റ എന്താണെന്നും കൂടെ കിട്ടി. വിശേഷിച്ച് ഡെൽറ്റ ഉണ്ടാകണമെന്നില്ല, എന്തായിരിക്കണം എന്നൊന്നും പറയണമെന്നില്ല. ഇവിടെ അതും കൂടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ക്ലോസ് ഇൻ്റർവെൽ 0,1. പക്ഷേ ഇൻഫിനിറ്റ് ഇൻ്റർവെല്ലിൽ അങ്ങനെ ആയിരിക്കത്തില്ല. അത് പിന്നീട് തെളിയിക്കും. ഇന്നും പറയത്തില്ല, നാളെ പറയും. അത് റിമാർക്ക് എഴുതിയിരുന്നതേ. അത് പ്രൂവ് ചെയ്യാൻ അല്പവും കൂടെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാതെ നിർത്തിയിരിക്കുന്നത്. പിന്നീട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ എഴുതിക്കോളും.
യൂണിഫോം കണ്ടിന്യൂറ്റി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. HSSTക്ക് HSIക്കൊന്നും എപ്പോഴും അങ്ങനെ ചോദിക്കത്തില്ല. ആൻസർ എഴുതിക്കോളാം. ലെറ്റ് X and A be two elements in closed interval 0, 1. X and A be two elements in closed interval 0, 1. So 0 less than or equal to X less than or equal to 1 and 0 less than or equal to A less than or equal to 1. Consider ഇത് എഴുതാണ് മോഡുലസ് FX minus FA. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അനുസരിച്ച് ഇങ്ങനെ എഴുതത്തില്ലേ? ബൈ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോഡുലസ് X plus Y ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് X plus മോഡ് Y. അതാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സും എയും ഒന്നിൽ കുറവല്ലേ? അപ്പോൾ ഇത് നമുക്ക് രണ്ടിൽ കുറവാന്ന് പറയരുതാ. ഇത് രണ്ടും ഒന്നിൽ കുറവാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ രണ്ടിൽ കുറവായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into മോഡുലസ് X minus A. Since 0 less than or equal to X less than or equal to 1 and 0 less than or equal to A less than or equal to 1. അല്ലത് ഇനി അടുത്ത ഇത് ഇത്ര എഴുതിയോ? അത് കഴിഞ്ഞിട്ട് ഇഫ് മോഡുലസ് X minus A less than epsilon by 2 then modulus FX minus FA is less than epsilon. In this question delta equal to epsilon by 2 എന്ന് കിട്ടും. ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഡെൽറ്റ, ആ ഡെൽറ്റ എന്ത് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഡെൽറ്റ ഉണ്ടാകണമെന്നേ ഉള്ളൂ. അത് ഇവിടെ epsilon by 2 ആണ്. So F is uniformly continuous on closed interval 0, 1. ഇത് ഈ 0, 1 മാത്രമല്ല, ഏത് ഫൈനൈറ്റ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെയായിരിക്കും. 0, 1 വരെ 0, 2 ആണെങ്കിൽ അത് 2 എന്നുള്ളത് 4 ആവും ഇല്ലേ? ഇത് epsilon by 4 ആവുമെന്നേ ഉള്ളൂ. ജനറലായിട്ട് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവെൽ AB ആണെങ്കിൽ അതിൻ്റെ മറ്റേ 0, 2 ആണെങ്കിൽ 4 അല്ലേ വരും. 0, 1 2. AB എന്നാണെങ്കിൽ വ്യത്യാസം B minus A, അതിൻ്റെ ഇരട്ടി വരും. അതായത് 2 into B minus A ആയിരിക്കും വരുന്നത്. അല്ല, അങ്ങനെയല്ല, തിരിച്ച് epsilon divided by 2 into B minus A എന്ന് വരും ഡെൽറ്റ എന്ന് പറയുന്നത്. അതൊന്ന് റിമാർക്കായിട്ട് എഴുതിയത്. അത് കുറെ കൂടെ ജനറലൈസ് ചെയ്താൽ എല്ലാ പോളിനോമിയലിലും എല്ലാ ഫൈനൈറ്റ് ഇൻ്റർവെല്ലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അത് ഇൻ ജനറൽ ദ ഫംഗ്ഷൻ FX equal to X square is uniformly continuous on. In general, the function FX equal to X square is uniformly continuous on closed interval P, Q. On closed interval P, Q. അപ്പോൾ മുമ്പ് പറഞ്ഞ 2B - A എന്നല്ല, ഇതിൽ കൂടിയ നമ്പർ Q അല്ലേ?
അപ്പോൾ എക്സും ക്യൂവിനേക്കാൾ കുറവായിരിക്കും, എയും ക്യൂവിനേക്കാൾ. അപ്പോൾ 2q എന്നല്ലേ വരുന്നത്. അപ്പോൾ ε/2q എന്ന് വരും ഡെൽറ്റ എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, ഇൻ ദിസ് കേസ് mod fx minus fa less than epsilon, mod fx minus fa less than epsilon, whenever mod x minus a less than epsilon by 2q. മുമ്പ് 0 1 അപ്പോൾ q എന്ന് പറഞ്ഞാൽ 1 ആണ്, 2q അപ്പോൾ 2 വരത്തില്ലേ, അങ്ങനെയാണ് അവിടെ epsilon/2 വന്നത്. മോർ ജനറലി കുറച്ചുകൂടെ, ഇതിപ്പോൾ എക്സ് സ്ക്വയറിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്, എല്ലാ പോളിനോമിയലിനും ഇത് ശരിയാണെന്നാണ് അടുത്ത് പറയുന്നത്. മോർ ജനറലി എ പോളിനോമിയൽ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ്, എ പോളിനോമിയൽ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എവരി ഫൈനൈറ്റ് ഇൻ്റർവൽ, എവരി ഫൈനൈറ്റ് ഇൻ്റർവൽ. ഇനി അടുത്ത ചോദ്യമായിട്ട്, prove that the function f defined by fx equal to x plus 1, അല്ല അങ്ങനെയല്ല, fx equal to x divided by x plus 1, fx equal to x divided by x plus 1 is uniformly continuous on closed interval 0 2. ഇത് മുമ്പേ പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പോളിനോമിയലൊന്നും അല്ലല്ലോ. പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ, അതിനെന്നാ പേര് പറയുന്നത് അങ്ങനത്തെ? പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ പേരുണ്ട്, കേട്ടിട്ടില്ല. റാഷണൽ ഫങ്ഷൻ എന്ന് പറയും, റാഷണൽ നമ്പർ അല്ല, റാഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയലിൻ്റെ കോഷ്യൻ്റ് ആയിരിക്കണം. താഴെയുള്ളത് 0 പോളിനോമിയൽ ആവരുത്, വേറെ എന്ത് പോളിനോമിയലും ആകാം. അതിന് മുമ്പ് മോളിൽ പറഞ്ഞത് അപ്ലൈ ചെയ്യാനൊക്കെയല്ല, കാരണം ഇത് പോളിനോമിയൽ അല്ല. പോളിനോമിയലിൻ്റെ കാര്യത്തിൽ മോളിൽ ഏത് ഫൈനൈറ്റ് ഇൻ്റർവെല്ലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞത്. അതിപ്പോൾ മുമ്പ് ചെയ്ത പോലെയുള്ള ടെക്നിക്ക് തന്നെയാണ്. എക്സും എയും ഈ 0 2 ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. എക്സ് ഇതിലെ പോയിൻ്റാണ്, എയും അതിലെ പോയിൻ്റാണ് എന്ന് പറഞ്ഞാൽ 0യ്ക്കും 2നും ഇടയ്ക്കായിരിക്കും എക്സ് കിടക്കുന്നത്, 0യ്ക്കും 2നും ഇടയ്ക്കായിരിക്കും എയും കിടക്കുന്നത്. ഇനി മുമ്പ് ചെയ്തതുപോലെ മോഡുലസ് എഫ് എക്സ് മൈനസ് എഫ് എ എടുക്കുക, ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 മൈനസ് എ ബൈ എ പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എ പ്ലസ് 1 മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1 എന്ന് കിട്ടും ഇല്ലേ, ഈക്വൽ ടു മോഡുലസ് എ എക്സ് പ്ലസ് എക്സ് മൈനസ് എ എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1. എക്സ് എ എക്സും ക്യാൻസലായിപ്പോയി. പിന്നെന്താ കിട്ടിയത്? മോഡുലസ് എക്സ് മൈനസ് എ രണ്ടായിട്ട് എഴുതാം, മോഡുലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു മോഡുലസ് എ പ്ലസ് 1. ഈ മോഡുലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സും രണ്ടും 0യ്ക്കും രണ്ടിനും ഇടയ്ക്കുള്ള നമ്പറാണ്. ഈ എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്നല്ലേ പറഞ്ഞത്?
അപ്പോൾ A+1 എങ്ങനെയായിരിക്കും വരുന്നത്? സിൻസ് 0 < x < 2 ആൻഡ് x+1 എങ്ങനെ വരും അന്നേരം? ഒന്നിനും മൂന്നിനും ഇടയ്ക്കല്ലേ വരുന്നത്? x+1 ഒന്നിനും മൂന്നിനും ഇടയ്ക്കല്ലേ? അതുപോലെ A+1 അതും ഒന്നിനും മൂന്നിനും ഇടയ്ക്കായിരിക്കും. അപ്പോൾ 1/x+1 എന്തായിരിക്കും വരുന്നത്? അല്ല, സോ മോഡുലസ് x+1 അതും < 3 ആയിരിക്കും. അല്ല, നമുക്കത് ആവശ്യമില്ല. അതിൻ്റെ അല്ല ആവശ്യം. x+1 ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയരുതോ? അല്ലേ? മറ്റേ നമുക്ക് ആവശ്യമില്ല. തെറ്റായിട്ടല്ല നാം തിരുത്തുന്നത്, ആവശ്യമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ മോഡുലസിന് എടുത്താലും ശരിയല്ലേ? അപ്പോൾ റെസിപ്രോക്കൽ എടുത്താലോ? ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. < 1 എന്ന് വരും. അപ്പോൾ ഇതെന്ത് കിട്ടും? ഇത് 1 അല്ലേ? അപ്പോൾ < mod x - a എന്ന് കിട്ടും. അപ്പോൾ mod x - a ലെസ്സാൻ ആണെങ്കിൽ മറ്റേത് ലെസ്സാൻ, ഇവിടെ ഡെൽറ്റയും എപ്സിലോണും ഒന്ന് തന്നെയായിരിക്കും. മനസ്സിലായോ? എപ്സിലോൺ കറസ്പോണ്ടിങ് ഡെൽറ്റ വേണമെന്നേ ഉള്ളൂ, അതൊന്നേ ആയിരിക്കും കണക്കൊന്നൊന്നുമില്ല. അപ്പം അങ്ങനെ കിട്ടുന്നുള്ളത് കൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. കോസ് ഇൻ്റർവൽ 0 2 എന്നല്ലേ പറഞ്ഞു? അത് എഴുതിക്കണം. let x, a element of closed interval 0 2. x, a element of set closed interval 0 2. So x greater than or equal to 0. മറ്റേ 1ൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പറയുന്നില്ലേ. So x greater than or equal to 0 and a greater than or equal to 0. So x+1 greater than or equal to 1 and a+1 greater than or equal to 1. So modulus x+1 greater than or equal to 1 എന്ന് പറയാമല്ലോ. modulus x+1 greater than or equal to 1. ആദ്യം അങ്ങ് എഴുതുക, ഞാൻ പറഞ്ഞ ഓർഡറിലല്ല. സോ modulus x+1 greater than or equal to 1 and modulus a+1 greater than or equal to 1. അവസാനം എഴുതിയാലും മതി, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സോ 1/mod x+1 < or equal to 1 and 1/mod x+1 < or equal to 1 and 1/mod a+1 < or equal to 1. ഇനി അത് മോഡുലസ്, ഇത് ഈ സ്റ്റെപ്പ് കൺസിഡർ മോഡുലസ് fx മൈനസ് fa ഈക്വൽ ടു മോഡുലസ് ഓഫ് നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. That is modulus fx minus fa is less than or equal to mod x minus a. If mod x minus a is less than delta, then mod fx minus fa അതും എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും അല്ലേ? അല്ല, എപ്സിലോണെന്നല്ല, നോക്കട്ടെ, ഇത് ലെസ് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ ദെൻ അത് എപ്സിലോൺ ആയിരിക്കും അല്ലേ? അതായത്
ഡെൽറ്റ എന്നുള്ള എപ്സിലോണായിട്ട് എടുത്താൽ മതി എന്നതിൻ്റെ അർത്ഥം. മുമ്പ് കഴിഞ്ഞതിൽ ε/2 ആയിരുന്നു അല്ലേ? അത് ഫംഗ്ഷൻ മാറുന്നതനുസരിച്ച് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. In this case, delta equal to epsilon. In this case, delta equal to epsilon by epsilon. മുമ്പ് ε/2 ആയിരുന്നു. ഈ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലാത്തൊരു ചോദ്യത്തിന് ഇനിയും പറയുന്നത്, എന്നാലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഷോ ദാറ്റ്, അടുത്ത ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ fx equal to 1/x is not uniformly continuous in. Show that the function fx equal to 1/x is not uniformly continuous in open interval 0, 1. അത് ക്ലോസ്ഡ് ആയി പോകരുത്, അങ്ങനെ തന്നെ എഴുതണം. ഓപ്പൺ ഇൻ്റർവൽ 0, 1. അത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെന്നാണ് തെളിയിക്കേണ്ടത്. ഓപ്പൺ ഇൻ്റർവൽ 0, 1 നമ്മൾ പോളിനോമിയൽ ആണെങ്കിൽ എല്ലാ ഇൻ്റർവെല്ലും കണ്ടിന്യൂസ് ആണ്. ഇത് പോളിനോമിയൽ അല്ല, 1/x ആയതുകൊണ്ടാണ്. പക്ഷേ മുമ്പത്തേതും പോളിനോമിയൽ അല്ല, പക്ഷെ അവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരുന്നു. ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഇത് തമ്മിൽ വ്യത്യാസം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം എന്താണ്. ഇപ്പം എത്രയായി സമയം? 3 അത്രയായ? ഏതായാലും ഇത് തീർത്തിട്ട് നിർത്താവേ. ഞാൻ അത്രയായെന്ന് കരുതിയില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഇല്ലെന്നാണ് തെളിയിക്കാൻ പോകുന്നത്. ഉണ്ടെങ്കിലല്ലേ യൂണിഫോംലി കണ്ടിന്യൂസ് ആകത്തുള്ളൂ. അപ്പോൾ എപ്സിലോൺ എന്നുള്ളത് 1/2 ആയിട്ട് എടുക്കുക. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എന്നുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുക. ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും ഈ കണ്ടീഷൻ ഉണ്ടല്ലോ, മോഡ് fx മൈനസ് fa is less than epsilon whenever mod x minus a less than delta, അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ തെളിയിച്ചാൽ അതിൻ്റെ അർത്ഥം യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെന്നാണ്. അപ്പോൾ എന്നെ ഒരു പോസിറ്റീവ് നമ്പർ എ എടുക്കുക. ഡെൽറ്റ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ എടുത്തിരിക്കുന്നത്, ഏതെങ്കിലും, ഇന്നതൊന്നുമില്ല. ആൻഡ് we can choose a positive integer n such that n is greater than 1/delta. കാരണം ഇപ്പോൾ ഡെൽറ്റ ഇപ്പോൾ 0.1 എന്ന് എടുത്തോ, അപ്പോൾ 1/delta എത്രയായിരിക്കും? 10 വരുന്നത്. അപ്പോൾ n 1/delta 10 അപ്പം 11 എടുക്കുന്നതെങ്കിലേ ആ 10 വലുതല്ലേ. 12 എടുത്താലും 10 കൂടിയ ഏത് ഇൻറ്റിജർ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഏത് ഡെൽറ്റ 0.1 ആണെങ്കിൽ n 10 കൂട്ടി എടുത്താൽ, ഡെൽറ്റ 0.01 ആണെങ്കിലോ 100 കൂട്ടി എടുത്താൽ മതി. 0.001 ആണെങ്കിൽ 1000 കൂട്ടി എടുത്താൽ മതി. അതായത് അതിൻ്റെ റെസിപ്രോക്കൽ ചിലപ്പോൾ ഇൻറ്റിജർ ആയിരിക്കണമെന്നില്ല. ഇവിടെ ഇൻറ്റിജർ ആയി കേസിൽ 0.11 എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റിജർ ആയിരിക്കത്തില്ല. 0.11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ 100/11 9 പോയിന്റ് സംതിങ് ആണ് അല്ലേ. n ഇൻറ്റിജർ ആയിരിക്കണ്ടേ, അപ്പോൾ 9 എടുത്താൽ ഓക്കെയല്ലോ. 9 കൂടി അടുത്ത് തൊട്ട് ഇൻറ്റിജർ 10 n 10 കൂട്ടി എടുത്താൽ മതി. അതായത് ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുത്താൽ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കും. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ n such that
എൻ ഗ്രേറ്റർ ദാൻ 1/Δ, അല്ലെങ്കിൽ 1/Δ ലെസ് ദാൻ എൻ എന്നല്ല, തെറ്റിപ്പോയി. 1/Δ ലെസ് ദാൻ എൻ എന്നല്ലേ, അല്ലെങ്കിൽ ഡെൽറ്റ എങ്ങനെയായിരിക്കും? റെസിപ്രോക്കൽ എടുത്താൽ മതി. ഡെൽറ്റ 1/n കൂട്ടി എടുത്താൽ മതി. അല്ലെങ്കിൽ 1/n ലെസ് ദാൻ ഡെൽറ്റ എന്ന് വരും, തിരിച്ചു പറഞ്ഞാൽ അല്ലേ. ഇനി ഇതിന് 2 പോയിന്റ് എടുക്കുക, x1 ഉം x2. ഈ നമ്മൾ ഏതാ ഇന്റർവെൽ എടുത്തിരിക്കുന്നത്? ഓപ്പൺ 0, 1 എന്നല്ലേ. അതിലെ 2 പോയിന്റ് എടുക്കുക, x1 ഉം x2. x1 എന്ന് പറയാം, 2 വെറുതെ പോയിന്റ് എടുക്കുകയല്ല. x1 ഇവിടെ ഒരു n നമ്മൾ എടുത്തില്ലേ, അപ്പോൾ 1/n x1 ഉം x2 1/n+1 എടുക്കുക. ഇത് രണ്ടും ഓപ്പൺ ഇന്റർ 0, 1 പോയിന്റ് ആണ്. അപ്പോൾ n ഒരു ഇൻറ്റിജർ അല്ലേ, ഇൻറ്റിജറിൻ്റെ റെസിപ്രോക്കൽ ഒരിക്കലും 1 കൂടത്തില്ലല്ലോ. അപ്പോൾ ഇത് 1നും 0യ്ക്കും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും, ഇതും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡുലസ് x1 - x2 എത്ര കിട്ടും? മോഡുലസ് x1 - x2 എന്ന് പറഞ്ഞാൽ n+1 - n/n × n+1. അത് n വെട്ടി എന്തുവാ വരുന്നത്? 1/n × n+1. പോസിറ്റീവ് ഇൻറ്റീരിയർ അല്ലേ ചൂസ് ചെയ്തിരിക്കുക, അപ്പോൾ n മിനിമം n 1 ആയിരിക്കും അല്ലേ, അതിൽ കുറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് ലെസ് ദാൻ 1 എന്ന് പറയരുതോ? അല്ല, അത് പറയാം. രണ്ടും വേണം അതിന്, ഇതും വേണം അതും വേണം. അപ്പോൾ ഇതെന്ത്? 1/n × n+1 അല്ലേ. 1/n എന്ന് പറഞ്ഞാൽ ഡെൽറ്റയേക്കാൾ കുറവല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നോക്കിക്കേ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സംഖ്യ ആണല്ലോ, 1 കുറഞ്ഞ സംഖ്യയാണ്. ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാൻ പറ്റും, സിൻസ് 1/n ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇനി മോഡ് fx1 - fx2 എത്ര കിട്ടും? മോഡുലസ് 1/x1 - 1/x2 അല്ലേ. 1/x1 ഇത്രയല്ലേ, അപ്പോൾ 1/x1 എത്ര കിട്ടും? n മൈനസ് അതോ n+1. അപ്പോൾ മോഡുലസ് -1 എന്ന് കിട്ടത്തില്ലേ, പിന്നെ +1 ആണ്. അപ്പോൾ മോഡുലസ് fx1 - fx2 കറക്റ്റ് 1 ആണ് അല്ലേ. അപ്പോൾ എപ്സിലോണിന് ഹാഫ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്, അപ്പോൾ എപ്സിലോണിനേക്കാൾ കുറവാണോ? കൂടുതലാണ്. പക്ഷേ മോഡ് x1 - x2 ലെസ് ദാൻ ഡെൽറ്റ ആണ്. ആയിട്ടും മോഡുലസ് fx1 - fx2 എപ്സിലോണിനേക്കാൾ കുറവല്ല, കൂടുതലാണ് ഇവിടെ. ഞാൻ ഒന്നുകൂടെ പറയാതെ, അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നാണ് നമുക്ക് അല്ലെന്നാണ് തെളിയിക്കേണ്ടത്. ആകണമെങ്കിൽ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് നമ്പർ ഡെൽറ്റ വേണം. ഹലോ, ഇങ്ങോട്ട് കൊടുത്തു വിട്ടേരെ. വന്നയാൾ തന്നെ വരണം, അല്ലെങ്കിൽ വഴി അറിയത്തില്ലായിരിക്കും. എത്രയാ പൈസ? എത്രയാണ്? ഒന്നുകൂടെ പറയാം, അതുകൊണ്ട് നിർത്താതെ. വർക്ക്ഷോപ്പിൽ നിന്നാണ് വിളിച്ചത്, ഏതായാലും ക്ലാസ് തീർന്നപ്പോഴാണ് വിളിച്ചത്. കാറ് വരുമ്പോൾ 4 മണിക്കൂറിൽ കഴിയും. എന്താ പറയുക, യൂണിഫോംലി കണ്ടിന്യൂസ് അല്ലെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അതിന് യൂണിഫോംലി കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഏത് എപ്സിലോൺ ഫിക്സ് ചെയ്താലും പോസിറ്റീവായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ ഉണ്ടാവണം. മോഡ് fx - fa ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് x - a ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ ഈ പർട്ടിക്കുലർ എപ്സിലോൺ എടുക്കുമ്പം
അങ്ങനെ ഡെൽറ്റ കിട്ടത്തില്ലെന്നാണ് തെളിയിക്കുന്നത്. അപ്പോൾ ഒരു എപ്സിലോൺ ഹാഫ് എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. അപ്പം ഇൻ ദിസ് കേസ് വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ദാൻ 1/Δ, അല്ലെങ്കിൽ 1/Δ ഈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ത് കിട്ടും, 1/n ലെസ് ദാൻ ഡെൽറ്റ, അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ലെസ് ദാൻ 1/n എന്ന് കിട്ടും. അപ്പോൾ x1 ഇങ്ങനെ എടുക്കുക, ഒന്ന് 1/n ഉം 1/n+1. ഈ രണ്ടും ക്ലോസ് 0 പോയിന്റ്സ് ആയിരിക്കുമല്ലോ. അപ്പം മോളിലെ x1 - x2 എന്ന് പറയുന്നത് 1/n - 1/n+1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/n × n+1 എന്ന് വരും. അത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, കാരണം ഡെൽറ്റ തന്നെ 1/n കുറവാണ്. പിന്നെ ഒരു നമ്പർ കൂടെ ഇത് കിടക്കുകയല്ലേ. 1/n ലെസ് ദാൻ ഡെൽറ്റ എന്നല്ലേ എടുത്തിരിക്കുന്നത്. ഏതാ ഈ സ്റ്റെപ്പ് വേണ്ടെന്ന് ഇല്ലേ? അപ്പോൾ 1/n അത് നമുക്ക് ലെസ് ദാൻ 1/n എന്ന് എഴുതരുതാം, കാരണം നമ്പർ ജിയോമെട്രി പിന്നെ കൂടുമല്ലേ. അത് ലെസ് ദാൻ ഡെൽറ്റയാണ്. പക്ഷേ മോഡ് fx1 - fx2 എടുത്തപ്പോൾ 1 എന്നാണ് കിട്ടിയത്. അത് എപ്സിലോൺ ഹാഫായിട്ട്, അതിൽ കുറവല്ല. ഈ പർട്ടിക്കുലർ എപ്സിലോൺ എടുത്തപ്പോൾ യൂണിഫോം കണ്ടിന്യൂസ് ആകണമെങ്കിൽ എപ്സിലോൺ എത്ര ചെറുത് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാകണം. ഇത് ഏത് ഡെൽറ്റ എടുത്താലും ഇല്ലെന്നാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഡെൽറ്റ പറഞ്ഞിട്ടില്ല എത്രയാണ്, ഏത് ഡെൽറ്റ എടുത്താലും അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം പോയിന്റ് മാറുന്നതനുസരിച്ച് ആ ഡെൽറ്റ മാറിക്കൊണ്ടിരിക്കുന്ന n.01 എന്നല്ലേ പറഞ്ഞേ. 0യിലേക്ക് ഈ പോയിന്റ് അടുക്കും തോറും ഈ ഡെൽറ്റ അങ്ങ് കുതിച്ചു കയറും. എല്ലാത്തിനും കൂടെ ഫൈനൈറ്റ് ഇൻ്റർവെൽ 0, അത് വീണ്ടും നമ്മൾ തെളിയിക്കും. 0 അല്ലാത്ത ഇൻ്റർവെൽ ആണെങ്കിൽ ഈ ചോദ്യത്തിൽ തന്നെ 0, 1 പകരം 1, 2 എന്നോ ഒക്കെ ആണെങ്കിൽ യൂണിഫോമിലി അത് പിന്നീട് പഠിപ്പിക്കാം. അതുകൂടെ പഠിപ്പിക്കുമ്പോഴായിരിക്കും ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൂടെ എഴുതി നിർത്താവേ. പ്രൂഫ് എന്ന് എഴുതി ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1/2. ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1/2 and delta be any positive number, and delta be any positive number. We can choose a positive integer n such that we can choose a positive integer n such that n greater than 1/Δ or 1/n less than delta or 1/n less than delta. ബ്രാക്കറ്റിലെ ഫോർ എക്സാമ്പിൾ അങ്ങനെ എഴുതിയാൽ ചില മനസ്സിലാവത്തില്ല, അത്രയും മാത്രമേ. ഫോർ എക്സാമ്പിൾ, ഇഫ് എപ്സിലോൺ ഈക്വൽ ടു 0.11 എന്നാന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ 1/എപ്സിലോൺ എത്ര കിട്ടും? അല്ലേ, എപ്സിലോൺ എന്നാണ് ഡെൽറ്റ എന്നാണ് പറഞ്ഞത്. ഡെൽറ്റ എന്നുള്ളത് 0.11 എന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ 1/Δ എത്ര കിട്ടും? അത് 9 ഇങ്ങനെ കിട്ടത്തില്ലേ, അല്ലേ? സോ വി ക്യാൻ ചൂസ് n such that n is greater than 9. അല്ലേ, ഇൻറ്റിജർ ആകുമ്പോൾ ചൂസ് എ പോസിറ്റീവ് ഇൻറ്റിജർ n such that n greater than 9, that is n equals 10, 11 etc. അല്ലേ, ഇത്രയും ബ്രാക്കറ്റ്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഏതെടുത്താലും അതിൻ്റെ റെസിപ്രോക്കലിനേക്കാൾ കൂടുതലായിട്ട് എടുത്താൽ മതി. സോ വി ക്യാൻ ചൂസ് എ പോസിറ്റീവ് ഇൻറ്റിജർ n such that n greater than 9
അത് ഇൻറ്റിജർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ 9 ആൻഡ് 1/9 എന്ന് പറയണം. 9 കഴിഞ്ഞുള്ള ഇൻറ്റിജർ പിന്നെ 10 അല്ലേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒടുവിൽ എഴുതി നിർത്തിയ എന്നതാണ്. ഇതാണോ എഴുതിയത്? 1/n ലെസ് ദാൻ ഡെൽറ്റ അല്ലേ? ഇനി ലെറ്റ് x1 ഈക്വൽ ടു 1/n, let x1 equal to 1/n and x2 equal to 1/n plus 1. Then x1 comma x2 element of open interval 0 1 ആയിരിക്കും എന്ന് ഉറപ്പല്ലേ? പിന്നെ ഒന്നെന്നിട്ടാൽ പോലും ഇതൊന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ x1 x2 എലമെൻ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0 1. പിന്നെ ഇത് തന്നെ ആദ്യം എഴുതാം. മോഡുലസ് fx1 മൈനസ് fx2 ഈക്വൽസ് ഇത് മോഡുലസ് ഓഫ് 1/x1 മൈനസ് 1/x2 എന്ന് പറഞ്ഞാൽ fx എന്ത് ചെയ്യാതെ x1 എത്രയായിരുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ 1/x1 എന്നുള്ളത് n ആവും അല്ലേ? മറ്റത് n+1 വരും. ദാറ്റ് ഈസ് മോഡുലസ് fx1 മൈനസ് fx2 ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഈക്വൽ ടു 1, നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്നല്ല, നോട്ട് ലെസ് ദാൻ എന്നല്ല, നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ എത്രയാണ് എടുത്തിരുന്നത്? അപ്പോൾ നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം അല്ലേ? അത് എപ്സിലോൺ മാറ്റിയാൽ ഇതൊക്കെ വേറെ പോയിന്റ്സ് എഴുതേണ്ടി വരും. ഇനിയും മോഡുലസ് x1 മൈനസ് x2 ഈക്വൽസ് മോഡുലസ് x1 മൈനസ് x2 ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/n മൈനസ് 1/n പ്ലസ് 1. എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു n+1 എന്ന് കിട്ടും അല്ലേ? അത് n പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പിന്നെ മോഡുലസ് ഒന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും അല്ലേ? ദസ് mod x1 minus x2 is less than delta അല്ലേ? but mod fx1 minus fx2 is not less than epsilon. ഇത് ഒരു പർട്ടിക്കുലർ ഡെൽറ്റയ്ക്കല്ല, ഏത് ഡെൽറ്റ എടുത്താലും ശരിയാവുകയെന്ന അതിൻ്റെ അർത്ഥം. ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡെൽറ്റ കിട്ടത്തില്ലെന്നാണ്. ഏത് ഡെൽറ്റ എടുത്താലും ശരിയാവത്തില്ല നിലവിൽ, ഒരു പർട്ടിക്കുലർ ഡെൽറ്റ അല്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൂട്ടി ഇത് എടുത്താൽ മതി. അതായത് ഇപ്പോൾ എപ്സിലോൺ അല്ല ഡെൽറ്റ എന്ന് പറയുന്നത് 0.1 എടുത്തു കഴിഞ്ഞാൽ n 10 കൂട്ടിയെടുത്താൽ മതി. 0.01 ആണെങ്കിൽ 100 കൂട്ടിയെടുത്താൽ മതി. പറ്റുമോ? അങ്ങനെ എടുത്താൽ മതി. സോ f is not uniformly continuous on closed interval 0 1 അല്ല ഓപ്പൺ ഇൻ്റർവൽ 0 1. ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയം, ഇതിനു മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ഓപ്പൺ ഇൻ്റർവൽ 0 1 0 ഇല്ലല്ലോ. നിങ്ങൾക്കും ഇതിനോടൊക്കെ അത് തോന്നിക്കാണും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ശരിയാണ്, 0 ഇല്ലാത്തതുകൊണ്ട് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പക്ഷേ യൂണിഫോം കണ്ടിന്യൂസ് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി അല്ലത് പറയുന്നത്, മൊത്തത്തിലാണ് പറയുന്നത്.
ഈ എല്ലാത്തിനും ഇവിടെ പറ്റുന്ന ഒരു ഡെൽറ്റ കിട്ടത്തില്ല. ആ എൻ പോയിന്റ് ഉണ്ടല്ലോ 0, അതിലേക്ക് അടുക്കുമ്പോൾ ഈ ഡെൽറ്റ ഇങ്ങനെ മാറി കുതിച്ച് കയറും. അതുകൊണ്ടാണ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഇത് നമുക്ക് പലരും അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, 0 ഇല്ലാത്ത പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? അങ്ങനെയല്ല. കണ്ടിന്യൂറ്റി ആണെങ്കിൽ ശരിയാണ്. ഇത് ഓപ്പൺ ഇൻ്റർ 0, 1 കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് യൂണിഫോം കണ്ടിന്യൂറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കിട്ടത്തില്ല, എല്ലാത്തിനും കൂടെ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ചോദ്യം വന്നാൽ ഒന്നും ചെയ്യാതെ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറയാം. ചോദിക്കുന്നത് കുറേ ഓപ്ഷൻസ് അല്ലേ. ഇത് നമ്മുടെ ഫങ്ഷൻ 1/x ആണ്, ഇൻ്റർവെൽ 0, 1 അല്ലേ. ഇത് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ? 0-ൽ. അത് ആ ഡിസ്കണ്ടിന്യൂസ് ആകുന്ന പോയിന്റിൽ തന്നിരിക്കുന്ന ക്ലോസ് ഇൻ്റർവെൽ ആക്കണം. ക്ലോസ് ഇൻ്റർവെൽ ഉണ്ടോ എന്ന് നോക്കണം. 0 ഇല്ലേ? അതുകൊണ്ട് മുമ്പത്തെ ചോദ്യം എന്തായിരുന്നു? ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന എവിടെയാണ്? -1 0, 2-ലാണോ? അല്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ. അതങ്ങനെ നോക്കി ചോദ്യം കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ പ്രൂഫ് സഹിതം പറഞ്ഞാണ്. പ്രൂഫ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ വേറെ ചോദ്യം വന്നു കഴിഞ്ഞാലേ അത് നിങ്ങളെ ഇപ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ അല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പറയാം. അതാ ഇനി റിമാർക്കായിട്ട് എഴുതാം, അതുകൊണ്ട് നിർത്തിയേക്കാം. പ്രൂഫൊക്കെ ഏതിൻ്റെ ആയാലും പ്രൂഫ് എളുപ്പമല്ല, ഏത് സബ്ജക്റ്റ് ആയാലും. അത് പ്രത്യേകിച്ച് റിയലോ അല്ലെങ്കിൽ ടോപ്പോളജി പോലുള്ള പ്രൂഫ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കത്തില്ല. റിസൾട്ടായിട്ട് എഴുതിയിട്ട് അതുകൊണ്ട് നിർത്താം. റിസൾട്ട് ഇഫ് f of x equal to ക്യാപിറ്റൽ എഫ് എസ് എന്നായിരിക്കും. ഇഫ് ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ ടു മുമ്പത്തെ ചോദ്യത്തിൽ അവസാനം എഴുതിയില്ലേ, നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതിയില്ലേ, ഒരു എണ്ണം കൂടെ ഇഫ് എപ്സിലോൺ ഈക്വൽ ടു ഹാഫ് എന്നുകൂടെ വേണം. എന്നാലേ അത് മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണത വരാൻ വേണ്ടി പറഞ്ഞു. ദ റിസൾട്ടായിട്ട് ഇഫ് ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ സ്മോൾ എഫ് എക്സ് ബൈ ജി എക്സ്, വേർ സ്മോൾ എഫ് എക്സ് ആൻഡ് ജി എക്സ് ആർ polynomials, where small fx and gx are polynomials, and a1, a2, etc. an, a1, a2, etc. an are the roots of gx equal to 0, are the roots of gx equal to 0 in closed interval ab, are roots of gx is equal to 0, are denominator 0 on the points, gx equal to 0 in closed interval ab, then capital Fs is uniformly continuous in open interval AB if then capital Fs is uniformly continuous in open interval AB if closed interval AB does not contain, if closed interval AB does not contain a1, a2, etc. an. മനസ്സിലായി ഇപ്പോൾ പറഞ്ഞത്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് ഈ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ വരരുതെന്ന്. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നിന്നല്ല. ക്വസ്റ്റ്യൻ എപ്പോഴും ഓപ്പൺ ഇന്റർവെലാണ്. അപ്പോൾ ന്യായമായ സംശയമാണ്, 0 ഫംഗ്ഷൻ ഇല്ലല്ലോ, ഫംഗ്ഷൻ്റെ കാര്യം പറയാത്തത് കൊണ്ട് അത് ഇതിന് പ്രശ്നമാവുമോ എന്ന് സംശയം വരും. ഇനി ഏത് മുകളിലത്തോട് ചേർത്ത് അതുകൊണ്ട് നിർത്താവേ. അത് ക്വസ്റ്റ്യൻ നമ്പർ എന്ന് ഇട്ടേരെ. അതായത് ആദ്യം നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ, അത് 1. പിന്നെ ഇപ്പോൾ പറഞ്ഞ് എക്സ് ബൈ എക്സ് പ്ലസ് 1 അത് 2 എഴുതുക. അത് 2 അത് 2. ഇപ്പോൾ പറഞ്ഞത് 3.
in question 3, അടുത്ത പാരഗ്രാഫിൽ, in question 3, 0 of the denominator is 0, അല്ലേ? 0 of the denominator is 0. ആദ്യത്തെ 0 ZDR എന്ന് എഴുതണം. ഒടുവിലത്തെ ഈ ഡിജിറ്റ് 0 ആണ്. ഈ 0 ആൻഡ് 0 ബിലോങ്സ് ടു ക്ലോസ് ഇന്റർവൽ 0, 1. 0 belongs to close interval 0, 1. So 1 by x is not uniformly continuous on open interval 0, 1. On open interval 0, 1. In problem, അടുത്ത ലൈൻ, in problem 2, the 0 of x plus 1 is minus 1 and minus 1 is not an element of closed interval 0, 2. ഇത് ശ്രദ്ധിക്കുക, ഈ 0, 2 പകരം ക്ലോസ് ഇന്റർവൽ -1, ഓപ്പൺ ഇന്റർവൽ -1, 2 എന്നായിരുന്നെങ്കിലോ അത് ഇതിനകത്തായി പോകും. അപ്പോൾ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. And -1 not an element of closed interval 0, 2. So fx is uniformly continuous on closed interval 0, 2. ഈ വ്യത്യാസം പലർക്കും അറിഞ്ഞുകൂടാ എന്താണ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ കാര്യം എന്താണ്? പ്രൂഫ് മനസ്സിലായില്ലെങ്കിൽ തന്നെ ചോദ്യം വന്നാൽ എഴുതാൻ പഠിച്ചല്ലോ. പ്രൂഫ് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് തന്നെ പ്രൂഫ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കത്തില്ല. വേറെ ചോദ്യം മാറി വന്നാലേ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിപ്പോൾ അറിയേണ്ട കാര്യമില്ലല്ലോ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ആയാലല്ലേ അത് അറിയേണ്ടത്. നോട്ടൊക്കെ പഠിപ്പിക്കാൻ പോവുകയാണ്, നാളെ പഠിപ്പിക്കും. സിറോയിൽ ലൈനക്സും ലോഗക്സും ഒക്കെ പഠിപ്പിക്കും. ആ